അള്ളാനോട് ചോദിക്കാനാ, ചോദിച്ചാ തരും പെങ്ങള്. അള്ളാന് കഴിയാത്തതൊന്നുമില്ല, അള്ളാന് ലോകത്ത് കഴിയാത്തതൊന്നുമില്ല. ഒരു അള്ളാന് തരാനൊരു തടസ്സവുമില്ല. അള്ളാനോട് പറഞ്ഞു എനിക്കൊരു മോനെ വേണമെന്ന്. അള്ള കൊടുത്ത മകനാരാണെന്നറിയുമോ? മഹാനായ യഹ്യാ നബി അലൈഹിസ്സലാം. യഹ്യാ നബി അലൈഹിസ്സലാം. മക്കൾക്ക് യഹ്യാ എന്ന് പേരിടണേ, മക്കൾക്ക് യഹ്യാ എന്ന് പേരിടണേ. ആ യഹ്യാ എന്ന പേരിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അത് അള്ള വെച്ച പേരാണ്, അള്ള വെച്ച പേരാണ് യഹ്യാ. ലോകത്ത് ഒരാൾക്കും അതിനു മുമ്പ് യഹ്യാ എന്ന് പേരില്ല. അല്ലാഹു വെച്ച പേരാണ് യഹ്യാ. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അങ്ങനെ ദുആ ചെയ്തിട്ട് കിട്ടിയ മകനാണ്. റബ്ബേ, യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചാൽ ഏതൊരു മനുഷ്യനും കരയുമടോ, ഏതൊരു മനുഷ്യനും കരയുമടോ. കരയാതെ യഹ്യാ നബിയുടെ ചരിത്രം വായിച്ചു തീർക്കാൻ കഴിയില്ല. അല്ലാഹുവേ, പടച്ചവനെ പേടിച്ച് ജീവിച്ചിരുന്ന പ്രവാചകനാണ് യഹ്യാ നബി. സുജൂദിൽ വീണാൽ ദിവസങ്ങളോളം കിടക്കുമായിരുന്നു. യഹ്യാ നബിയുടെ കണ്ണുനീര് വീണ സ്ഥലത്ത് നിന്ന് പുല്ല് കിളിച്ചു വരുമായിരുന്നു പെങ്ങള്. അതുപോലെ കരഞ്ഞിരുന്ന പ്രവാചകനാണ്. അതുകൊണ്ട് ഈ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, അല്ലാഹുവിൽ പ്രതീക്ഷ വെക്കട്. അല്ലാഹു ഒരിക്കലും നമ്മളെ കൈവിടൂല. അല്ലാഹു ആര് കൈവിട്ടാലും നമ്മളെ കൈവിടൂല. അതുകൊണ്ട് ആ ഫിർദൗസ് എന്ന് പറയുന്ന സ്വർഗത്തിന്റെ അവകാശിയുടെ രണ്ടാമത്തെ അടയാളം എന്തെന്നറിയുമോ? വയദുഊനനാ റഗബൻ വറഹബാ. അവൻ അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു ദുആ ചെയ്യും. എടോ, വയസ്സാം കാലത്ത് 100 വയസ്സ് കഴിഞ്ഞ നബി 90 വയസ്സ് കഴിഞ്ഞ തന്റെ ഭാര്യ പ്രസവിക്കുവോ? ആ പ്രവാചകനാണ് അള്ളാഹുടെ മുമ്പിൽ ചെന്നിട്ട് തൻ്റെ സങ്കടം മുഴുവനും പറഞ്ഞു, തൻ്റെ അവസ്ഥ പറഞ്ഞു. എന്നിട്ട് അള്ളാഹിനോട് പറയാ, നിനക്ക് പറ്റൂ ഒരു കുഞ്ഞിനെ തരാ, നീ തന്നേ പറ്റൂ പടച്ചവനെ. ദുആ ചെയ്തിട്ട് വാങ്ങിച്ച മകനാണ് യഹ്യാ നബി അലൈഹിസ്സലാം. അള്ളാഹു നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, എല്ലാത്തിനും മരുന്നുണ്ട്, എല്ലാത്തിനും മരുന്നുണ്ട്. ഖുർആനിൽ മരുന്നില്ലാത്ത ഒന്നുമില്ല. ഭാര്യ ഇപ്പോ ഒരു ചങ്ങാതി പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ സമയമായി ആശുപത്രി കൊണ്ടുപോകാതെ വീട്ടിലിട്ട് പ്രസവിപ്പിച്ചു മരിച്ചുപോയി. അല്ലാഹു അലം. പടച്ചോൻ നമുക്ക് ഈ മന്ദിരമാറാകട്ടെ. ആമീൻ പറ. ഓന്റെ പേരും സിറാജ് എന്ന. അതാ വിഷമം. ഒന്നാലോചിക്ക്. എടാ, പെണ്ണുമ്പിള്ള പ്രസവിക്കാൻ ആശുപത്രി കൊണ്ടുപോകണം. അസുഖം വന്നാൽ ആശുപത്രി കൊണ്ടുപോയി മരുന്ന് മേടിക്കണം, ചികിത്സിക്കണം. അല്ലാതെ നീ മന്ത്രവാദവും ചെയ്തുകൊണ്ട് വീട്ടിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അതെങ്ങനാ? മൊത്തം ഓൺലൈനിലല്ലേ? ഓൺലൈന് പൂജ നടത്തുന്ന കാലമല്ലേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പെണ്ണുങ്ങളും ഇപ്പം അങ്ങനെ തന്നെ, എല്ലാം ഓൺലൈനിൽ ഇരിക്കുക. പണ്ട് ഒരു വെള്ളം ഓതണമെങ്കിൽ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയും, ഉസ്താദെ ഒരു ഗ്ലാസ് വെള്ളം ഓതിത്താ ഉസ്താദെ, പനിയാ ഉസ്താദെ, ഇല്ലേ? ഉസ്താദെ ഒരു ചരട് ഓതിത്താ ഉസ്താദെ, പേടിച്ചിരിക്കുക, പനിയാ ഒന്ന് ഓടിത്ത. അതിങ്ങനെ പണ്ട് ഉസ്താദിന്റെ അടുക്ക പോകും. ഇപ്പൊ താത്ത തന്നെ ഓതി കിട്ടുന്ന കാലമാണ്. ഉസ്താദിന്റെ ആവശ്യമൊന്നുമില്ല. ഞാനൊരു വീട്ടിൽ പോയി, ഒരാളെ കാണാൻ വേണ്ടി വീട്ടിൽ പോയപ്പോ അയൽവാസി ഓടി വന്നിട്ട് പറയുന്നു, എൻ്റെ ആട് ഒന്നും കഴിക്കുന്നില്ല, ആ വെള്ളം ഇങ്ങിതാ. എൻ്റെ ആട് ഇന്നലെ മുതൽ ഒന്നും കഴിക്കുന്നില്ല, ആ വെള്ളം ഇങ്ങി തരാൻ. അകത്ത് പോയിട്ട് ഒരു പാത്രം വെള്ളം എടുത്തു കൊടുത്തു. ആ താത്ത അതും കൊണ്ടങ്ങ് പോയി. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാൻ പതുക്കെ അടുത്ത് നിന്ന് ആളോട് ചോദിച്ചു, എന്താ സംഭവം എന്ന്. അത് ഉമ്മ രാവിലെ ഓൺലൈനിൽ ദിക്ർ പറഞ്ഞിട്ട് ഓതി വെച്ച വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ ഉമ്മ രാവിലെ ഓൺലൈനിൽ ഏതോ ഉസ്താദും തങ്ങളോ ആരോ വന്ന് തുടങ്ങി ഇരുന്നിട്ട് ഊതിയ വെള്ളവാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എവിടെ എത്തി സമുദായം? എവിടെ എത്തി? അള്ളാഹു ഉമ്മത്തിനെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ ബുദ്ധി വേണം സഹോദരിമാരെ. ഏതെങ്കിലും ഒരു ഉസ്താദ് ഓൺലൈനിൽ മൊബൈൽ എടുത്തു വെച്ചിട്ട് അക്കൗണ്ട് നമ്പരും കൊടുത്തിട്ട് ഇട്ടോ എന്ന് പറയുമ്പോൾ നിനക്ക് ബുദ്ധിയില്ലേതാത്ത? ഞാൻ നിന്നോട് ചോദിക്കട്ടെ, എവിടെയോ കിടക്കുന്ന ഒരു മനുഷ്യന് നീ പൈസ അയച്ചു കൊടുക്കുന്നു. നിന്റെ കുടുംബത്തിൽ എത്ര പാവങ്ങളുണ്ട്, നിന്റെ നാട്ടിൽ എത്ര സ്ഥാപനങ്ങളുണ്ട്, നിന്റെ മഹലിൽ എന്തെല്ലാം ആവശ്യമുണ്ട്. നീ ഇവിടെ കൊടുക്കാതെ എവിടെയോ കിടക്കുന്നവൻ ചുമ്മാ അയക്കുക. അത്ര കൂടുതലാണോ പടച്ചവനെ സമ്പത്ത്?
എടോ കൊടുക്കണ്ടെന്നൊന്നും ഞാൻ പറയണില്ല, നോക്കിയും കണ്ടും കൊടുക്കുക, അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക. ഓൺലൈൻ പരിപാടിയൊക്കെ നിർത്തുതാത്ത, എന്നിട്ട് ജീവിക്കാൻ പഠിക്ക്. ഒന്നാമത് പോട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അത് എൻ്റെ പ്രസംഗമാണെങ്കിലും കേൾക്കരുതെന്നാ ഞാൻ. എന്തിനാ ഈ ഓൺലൈനിൽ ഇരുന്ന് കേൾക്കണേ? ഞാൻ കേട്ടിട്ട് എന്ത് പുണ്യം കിട്ടാനാ? ഓൺലൈനിൽ ഇരുന്ന് നിന്റെയൊക്കെ ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയല്ലേ? ഇഖ്ലാസ് നഷ്ടപ്പെട്ടു പോയത് അവിടെയല്ലേ? ഞാൻ ചോദിക്കട്ടെ, നീ മൊബൈല് ഇപ്പൊ നോക്കിക്കേ, ഫർദ ഇട്ടിട്ടുണ്ട്, തലയിൽ തുണി ഇട്ടിട്ടുണ്ട്, അദബും മര്യാദയോടുകൂടി നീ ഇരുന്ന് വഴുത് കേൾക്കുന്നു. നിന്റെ വീട്ടിൽ പോയാലോ, രാവിലെ ഈ ഫോൺ അങ്ങോട്ട് ഓണാക്കിയിട്ട് അടുക്കളയിൽ ചരുവത്തി ചേർത്തങ്ങോട്ട് വെക്കും. എന്നിട്ട് നീ മീനും വെട്ടി കറിയും വെച്ച് തെക്ക് വടക്ക് നടക്ക, തലയിലും തുണിയില്ല, ഒരു തുണിയില്ല. അലച്ചുയ്ക്ക് അത് വഴുതാണോ? കളിയാക്കലല്ലേ പെങ്ങളേത്? അങ്ങനെയാണോ വഴുത് കേൾക്കേണ്ടത്? അടുക്കളയിൽ കൊണ്ടുവന്ന് മൊബൈൽ അങ്ങോട്ട് ഓണാക്കി വെച്ചിട്ട് നീ ഇങ്ങനെ നടക്ക, തലയിലും തുണിയില്ല, ഒരിടത്തും തുണിയില്ല. ഇത് നീ അതിനെ കളിയാക്കുന്നതിന് തുല്യമല്ലേ? പരിഹസിക്കുന്നതിന് തുല്യമല്ലേ? അല്ല വെറുതെ വിടുവോ? അങ്ങനെ വഴുത് കേൾക്കാൻ അല്ല പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഇത് സിറാജിന്റെ വഴുതാണെങ്കിലും ഏത് മഹാന്റെ വഴുതാണെങ്കിലും കേൾക്കരുത്. അതിനൊരു മര്യാദയുണ്ട്, ഒരു മജ്‌ലിസിനൊരു ബഹുമാനമുണ്ട്. അത് കൊണ്ട് സമാധാനത്തിൽ എവിടെ ഇരുന്നിട്ട് കേൾക്ക്. നിനക്ക് എവിടെ നിന്ന ഈ ഓതലും പിടിക്കലൊക്കെ കിട്ടിയത്? ഇത്രയും ദിക്റും നിനക്കറിയോ? ഒരു കാര്യം നിനക്കറിയോ? ഇടോ, ഒരു അറിവ് പഠിച്ചാൽ അത് ചെയ്തില്ലെങ്കിൽ അതിന് വേറെ ശിക്ഷ അള്ളാഹു തരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു അറിവ് നീ ഇങ്ങനെ ഓരോ നേരം വെളുത്ത വൈകുന്നേരം വരെ സർവ്വ ഉസ്താദന്മാരുടെ വഴുത് കേൾക്കുന്നു. എത്ര ഇൽമു പഠിച്ചു, നീ എത്ര എണ്ണം ചെയ്യുന്നുണ്ട്? ആ അടി നീ എവിടെ തീർക്കും? അതുകൊണ്ട് എൻ്റെ പൊന്നാരെ സാത്താന്മാരെ, എൻ്റെ ആണെങ്കിലും കേൾക്കരുത്. ഞാൻ അതാ പറയുന്നത്, അതിനൊരു അദബും മര്യാദയുണ്ട്. അതോടുകൂടി കേൾക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പ്രസവ സുഖമില്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോകണം. അതിന് മന്ത്രവാദവും ഒന്നും കാര്യമൊന്നുമില്ല. നാം ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. തവക്കലൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കൽ ഏൽപ്പിക്കണോ അതോ കെട്ടിയിടാതെ തവക്കൽ ഏൽപ്പിക്കണോ? ഒട്ടകത്തെ അഴിച്ചു വിട്ടിട്ട് തവക്കലത്ത് വലല്ല എന്ന് പറഞ്ഞിട്ട് നബിതങ്ങളുടെ മുമ്പിൽ വന്നു. നബിതങ്ങൾ പറഞ്ഞ്, ചങ്ങാതി പോയി കെട്ടിയിട്ടിട്ട് തവക്കലത്ത് വലല്ല എന്ന് പറ. ഒട്ടകത്തെ മരുഭൂമിയിൽ അഴിച്ചു വിട്ടിട്ട് അള്ളാഹ് നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് വന്നൊരു കാര്യമുണ്ടോ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? എങ്ങനെ തവക്കൽ ഏൽപ്പിക്കണ്ടേ? നിങ്ങൾ എന്തോ ഇങ്ങനെ ഇരിക്കണേ? വണ്ടി കൊണ്ടുവന്ന് റോഡി ഓണാക്കി ഇട്ടിട്ട് അള്ളാഹ് നോക്കിക്കോ അല്ലാന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് കാര്യമുണ്ടോ? എടാ, നീ കൊണ്ട് സൈഡിൽ ഒതുക്കിയിട്. നീ ഒരു മൃഗത്തെ കൊണ്ടുവന്നിട്ട് ആ മൃഗത്തെ നീ നേരെ ഈങ്ങാപ്പുഴ ടൗണിൽ കൊണ്ടുവിട്ടിട്ട് തവക്കൽത്തു അലല്ല എന്ന് മരത്തിന്റെ ചൂട്ടി വിട്ടിട്ട് വന്നിട്ട് കാര്യമില്ല. അതവിടെ കെട്ടിയിട്ടിട്ട് റബ്ബെ നോക്കിക്കൊള്ളെന്ന് പറഞ്ഞാലേ അതിന് പരിഹാരമുള്ളൂ. അതുകൊണ്ട് സുഖമില്ലെങ്കിൽ മരുന്ന് വാങ്ങണം, കഴിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നീ എവിടെയൊക്കെ ക്ലിപ്പിറങ്ങിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പിന്നെ ഇത് രസമാണ്. ഇങ്ങനെ ക്ലിപ്പിറങ്ങിയാലും ട്രോൾ ചെയ്യാലും കുഴപ്പമൊന്നുമില്ല. അള്ളാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ പറയും, ദീൻ ഒരിക്കലും ഞാൻ അനുകൂലിക്കുന്ന ആളല്ല. ഞാൻ ഈ രാമനാട്ടുകരയിൽ ഒരിക്കൽ പോയപ്പോൾ ഒരു വാപ്പ എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ എന്നെ നോക്കിയിട്ട്, നിങ്ങളാ വഴുത് പറയണ ആളല്ലേ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആണപ്പാ, എനിക്കൊരു ഉപദേശം ഉണ്ടെങ്കിൽ വരാൻ. ആ വാപ്പ പറഞ്ഞു, ഉസ്താദെ, ഞാൻ സുബഹിക്ക് പള്ളിയിൽ പോകും, എഴുന്നേറ്റ് നടന്നാ പോന്നെ. കാരണം നിങ്ങളൊക്കെ വഴുത് പറയുമ്പോൾ പറയുന്നത് നടന്നു പോയാൽ പ്രതിഫലമുണ്ടെന്നാ. ആ പാവം നടന്ന സുബഹിക്ക് പള്ളിയിൽ പോന്നെ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉസ്താദ് വഴുത് പറഞ്ഞു, അവിടെ തന്നെ ഇരുന്ന് ദിക്റും ദുആയൊക്കെ ചെയ്തിട്ട് വന്നാൽ ഉംറ ചെയ്ത കൂലി കിട്ടും. ഈ പാവം അവിടെ ഇരുന്ന് ദിക്റും ദുആയും ചെയ്ത് ഉംറയും ചെയ്തിട്ടാ വരുന്നത്. വീട്ടിൽ കയറി വന്നു, നടന്ന് സുബഹിക്ക് 4:30 എഴുന്നേറ്റ് പള്ളിയിൽ പോയ വാപ്പ 5:30 6 മണി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഭാര്യയോട് പറഞ്ഞു, പെണ്ണെ, ഒരു ഗ്ലാസ് ചായ തരാൻ. പെണ്ണുമ്പിള്ള പറയുക, ഞാൻ മജ്‌ലിസിലിരിക്കുക, കുറച്ചുകൂടെ കഴിയട്ടെ എന്ന്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വല്ലതും മനസ്സിലായോ? സുബഹിക്ക് പള്ളിയിൽ പോയി നിസ്കരിച്ച് കഷ്ടപ്പെട്ട് നടന്ന് ക്ഷീണിച്ച് വീട്ടിൽ വന്ന ഭർത്താവ് ഭാര്യയോട് പറയുന്നു, ഒരു ഗ്ലാസ് ചായ തരാൻ. ഇല്ല കാക്ക, ഞാനിവിടെ വഴുത് കേട്ടോണ്ടിരിക്കുകയാണ്. നമ്മുടെ വീട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ വഴുത് കേട്ടാ സ്വർഗത്തിൽ പോവോ? നിങ്ങൾ പറ, നിങ്ങൾ ഇങ്ങനെ വഴുത് കേട്ടാ സ്വർഗത്തിൽ പോവോ? മോളെ, കുറച്ച് കേട്ടാ മതി, കുറച്ചു മതി. അൽഹംദുലില്ലാഹ്, അള്ളാഹു കേൾക്കുന്ന നന്മകൾ ജീവിതത്തിൽ ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യും. എന്താ പറഞ്ഞു വന്നേ? എന്നാ പറഞ്ഞപ്പോഴേ ഇതെല്ലാം പോയെ? എന്തോ പറഞ്ഞു വന്നേ? ഞാൻ എന്താ പറഞ്ഞേ? പോയി. കണ്ട മരുന്ന് മുഴുവനും കഴിച്ച് നടക്ക. ഖുർആനിൽ എല്ലാത്തിനും മരുന്നുണ്ട്, എന്തിനും ഖുർആനിൽ മരുന്നുണ്ട്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.